മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹ സമയത്ത് ഒരു കുടുംബത്തിൽ പോയി, ഒരു സവർണ കുടുംബത്തിൽ പോയപ്പോഴത്തേക്കും മഹാത്മാഗാന്ധിക്ക് ജാതി ഇതൊന്നുമില്ലല്ലോ. അദ്ദേഹം പൂണൂലിടുന്ന ബ്രാഹ്മണനാണെന്ന് പറയുന്നത്, ബനിയ സമുദായക്കാരനാണെന്ന് പറയുന്നപ്പോൾ അദ്ദേഹത്തെ ആ കുടുംബത്തിൻ്റെ അകത്ത് കയറ്റില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹിന്ദുമതം എന്ന് പറയണതൊന്നുമില്ല. ഞാനിപ്പോൾ എഴുതുന്നു ഹിന്ദുമതം എഴുതാൻ നിർബന്ധിപ്പിക്കപ്പെടുകയാണ്. ഭാരതത്തിൽ 100 കോടിയിലധികം ജനങ്ങൾ ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് എഴുതാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഹിന്ദുമതം എന്താണ് മേഡം? ഹിന്ദുമതം എന്നുള്ളതിന് എന്താ തെളിവ്? നമുക്ക് നമ്മുടെ പൂർവ്വജന്മങ്ങൾ അല്ലെങ്കിൽ പുനർജന്മങ്ങൾ പ്രവചിക്കാൻ സാധിക്കും. പൂർവ്വജന്മത്തെ കുറിച്ച് നമ്മൾ മെഡിറ്റേഷനിൽ പോയാൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ ആ സ്ഥലത്ത് തീർച്ചയായിട്ടും നമ്മൾ പോയിരിക്കും. നമ്മൾ കഴിഞ്ഞ ജന്മം എവിടെയായിരുന്നോ ആ സ്ഥലം നമ്മൾ പോയിരിക്കും. ഏറ്റവും കൂടുതൽ ഗായത്രി ഉപദേശിക്കുന്നത് വലത് ചെവിയിലാണ്. എൻ്റെ അച്ഛൻ എന്നെ ഗായത്രി ഉപദേശിച്ചത് ഇങ്ങനെ മടിയിൽ ചേർത്ത് പിടിക്കും. ഇപ്പം ഞാൻ എൻ്റെ മോനെ ഉപദേശിച്ച് എൻ്റെ മടിയിൽ ഇങ്ങനെ 2 കാലും ഇങ്ങനെ വെച്ചിരുത്തും. ഇരുത്തിയിട്ട് വലത് ചെവിയിലാണ് ഉപദേശിക്കണം, വേറെ ആൾ കേൾക്കാൻ പാടില്ല. ആ സമയത്ത് ഇത് വെച്ച് മൂടും, തുണി വെച്ച്. എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ കൃത്യമായ സ്ഫുടതയോടെ ഗായത്രി മന്ത്രം ചൊല്ലേണ്ടത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു നിയോഗമല്ലേ? ആണ് ആയിരിക്കാന്ന് പറയാം. അതെന്താ നമുക്ക് സമ്മതിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്? അല്ല, ബുദ്ധിമുട്ടല്ല, ആകാന്നല്ല, ആണ്. വേറെ ആരുണ്ട്? കാര്യം അന്നൊന്നും ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജാതി സമ്പ്രദായമല്ല, തൊഴിലല്ല, അവർക്കുള്ള യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവരെന്താണെന്ന്. അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയണ ചാതുർവർണ്ണ്യം മയാ സൃഷ്ട ഗുണകർമ്മ വിഭാഗശഃ. ഗായത്രി മന്ത്രം ഏറ്റവും കൂടുതൽ പേരെ പഠിപ്പിച്ചത് ആരാണ്? ഈ ചോദ്യത്തോട് കൂടിയിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ അവസാനിപ്പിച്ചത്. ആരാണ്? ഞാൻ പറഞ്ഞാല് യേശുദാസ് സാർ. യേശുദാസ് ആണ്. എങ്ങനെയാണത് യേശുദാസ് ആകുന്നത്? ഏറ്റവും കൂടുതൽ ഗായത്രി ഉപദേശിക്കുന്നത് വലത് ചെവിയിലാണ്. എൻ്റെ അച്ഛൻ എന്നെ ഗായത്രി ഉപദേശിച്ചത് ഇങ്ങനെ മടിയിൽ ചേർത്ത് പിടിക്കും. ഇപ്പം ഞാൻ എൻ്റെ മോനെ ഉപദേശിച്ച് എൻ്റെ മടിയിൽ ഇങ്ങനെ 2 കാലും ഇങ്ങനെ വെച്ചിരുത്തും. ഇരുത്തിയിട്ട് വലത് ചെവിയിലാണ് ഉപദേശിക്കണം, വേറെ ആൾ കേൾക്കാൻ പാടില്ല. ആ സമയത്ത് ഇത് വെച്ച് മൂടും, തുണി വെച്ച് മൂടിയിട്ട് ആ സമയത്ത് പുരോഹിതൻ മണിയടിക്കും, ആരും കേൾക്കാൻ പാടില്ല എന്നാണ്. ഈ ഗായത്രി മന്ത്രത്തെ സോഷ്യൽ മീഡിയയിൽ അല്ലെങ്കിൽ റെക്കോർഡിങ്ങിൽ കൊണ്ടുവന്നത് എൻ്റെ അറിവിൽ യേശുദാസ് സാറാണ്. എത്രയോ കോടിക്കണക്കിന് ആൾക്കാർ കൃത്യമായ സ്ഫുടതയോടെ ഗായത്രി മന്ത്രം ചൊല്ലേണ്ടത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. അദ്ദേഹത്തിന് ദൈവം കൊടുത്തൊരു നിയോഗമല്ലേ? ആണ് ആയിരിക്കാന്ന് പറയാം. അതെന്താ നമുക്ക് സമ്മതിക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്? അല്ല, ബുദ്ധിമുട്ടല്ല, ആണ്. ആകാന്നല്ല, ആണ്. വേറെ ആരുണ്ട്? ഉപനയന ദീക്ഷ കൊടുത്തില്ല. പക്ഷെ അദ്ദേഹം ഇത് ചെയ്തിട്ട് എത്രയോ സ്ത്രീകൾ ഗായത്രി എന്താണ് ശൂദ്രന്റെ ചെവിയിലും എന്താണ്ടോ ഒഴിക്കണമെന്ന്. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, അതാരോ പറഞ്ഞുണ്ടാക്കിയതാണ്. അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെയാണെങ്കിൽ വേദവ്യാസ മഹർഷി ശൂദ്രനായിരുന്നു. മത്സ്യം പിടിക്കുന്ന സ്ത്രീക്ക് പരാശര മഹർഷിയിൽ ജനിച്ച ആളാണ് വേദവ്യാസ മഹർഷി. പരാശര മഹർഷിയും ബ്രാഹ്മണനായിരുന്നു. കാര്യം അന്നൊന്നും ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ജാതി സമ്പ്രദായമല്ല, തൊഴിലല്ല, അവർക്കുള്ള യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവരെന്താണെന്ന്. അതാണ് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയണ ചാതുർവർണ്ണ്യം മയാ സൃഷ്ട ഗുണകർമ്മ വിഭാഗശഃ. ഇതേ സംഭവം വെച്ചിട്ട് ഒരു എത്തിസ്റ്റ് പറഞ്ഞ പ്രഭാഷണം ഞാൻ കേട്ടതാണ്. മഹാത്മാഗാന്ധി വൈക്കം സത്യാഗ്രഹ സമയത്ത് ഒരു കുടുംബത്തിൽ പോയി, ഒരു സവർണ കുടുംബത്തിൽ പോയപ്പോഴത്തേക്കും മഹാത്മാഗാന്ധിക്ക് ജാതി ഇതൊന്നുമില്ലല്ലോ. അദ്ദേഹം പൂണൂലിടുന്ന ബ്രാഹ്മണനാണെന്ന് പറയുന്നത്, ബനിയ സമുദായക്കാരനാണെന്ന് പറയുന്നപ്പോൾ അദ്ദേഹത്തെ ആ കുടുംബത്തിൻ്റെ അകത്ത് കയറ്റില്ല എന്നാണ് പറയുന്നത്. ഈ പ്രഭാഷണത്തിൽ ഞാൻ കേട്ടത് ഒരു എത്തിസ്റ്റിൻ്റെ പ്രഭാഷണം, ആ പേര് ഞാൻ പറയുന്നില്ല, അദ്ദേഹത്തിൻ്റെ വീഡിയോ തന്നെ കേട്ടതാണ്. അപ്പോൾ പറയുന്നത്, അവർ ചോദിച്ചത് മഹാത്മാഗാന്ധിയോട് ചോദിച്ചത്രേ, താങ്കൾ ഇതിൽ വിശ്വസിക്കുന്നുണ്ടോ, ഭഗവത്ഗീത വിശ്വസിക്കുന്നുണ്ടോ? അതേന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ബ്രാഹ്മണന്റെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ആ സമയത്ത് ഗാന്ധി ചോദിച്ചാൽ മതി, ആ ഭഗവത്ഗീത തന്നെയല്ലേ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറയുന്നത്. ഗുണവും കർമ്മവും വെച്ചാണ് ചാതുർവർണ്ണ്യം വരുന്നത്, മനസ്സിലായി? അല്ലാണ്ട് ജാതിയും ഓക്കെ, പക്ഷെ വർണ്ണാശ്രമ ധർമ്മം വരുന്നത് ഗുണം വെച്ചാണ്. അങ്ങനെയാണെങ്കിൽ വേദവ്യാസ മഹർഷി ജനിച്ചത് വേറെ ശൂദ്രൻ എന്നുള്ളതില്ല. ഒരു ഉത്തരവാദിത്വം എടുക്കാത്തവരെയാണ് ശൂദ്രൻ എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ ബാങ്കിൽ ക്ലർക്കായിരുന്നപ്പോൾ ഞാൻ ശൂദ്രവൃത്തിയാണ്, ഒരു പറയുന്ന ഓഫീസർ പറയുന്ന ജോലിയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഓഫീസർ പോസ്റ്റ് ആയപ്പോൾ ഞാൻ വൈശ്യനായി. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ബിസിനസ് ചെയ്യണം, ബാങ്കിന് ലാഭം ഉണ്ടാക്കണം, മനസ്സിലായി? അതേസമയം ഒരുപാട് രീതിയിലൂടെ കാര്യം നീ മൈൻഡ് പവറിന് വിചാരിച്ചപ്പോഴത്തേക്കും ഞാൻ സ്പിരിച്വൽ ഇതാണ് ചെയ്യണം, സോഷ്യൽ ഇതൊക്കെയാണ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം അദ്ദേഹം പറഞ്ഞു, എന്ത് ഇതിൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു. അല്ല, ഞാൻ ബാങ്കിലെ സർവീസാണ് ചെയ്യണത്, ശമ്പളം വാങ്ങിച്ചല്ലേ ചെയ്യണമെന്ന് ചോദിച്ചു. അതെ,
ശമ്പളത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. റിട്ടയർ ആയി കഴിഞ്ഞ് പോയി ഞാനൊരു സർവീസും ചെയ്യുന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞ അത് ഭയങ്കര പോയിന്റ് ആയിരുന്നു. കാര്യം നമ്മൾ പറയുന്ന, പക്ഷേ യേശുദാസ് സാറ് പാട്ട് കാശ് വാങ്ങിച്ചിട്ട് പാടി. പക്ഷെ എത്രയോ പേര് കാശ് മുടക്കാണ്ട് ആ പാട്ട് കേൾക്കുന്നു. സുപ്രഭാതം കേൾക്കുന്ന എത്രയോ പേര് അയ്യപ്പന്റെ ഗീതങ്ങൾ കേൾക്കുന്ന, അവരുടെ മനസ്സിലൂടെ ആ പാട്ടിലൂടെ അവർ അയ്യപ്പനെ കാണുന്നു, അല്ലെ ഗുരുവായൂരപ്പനെ കാണുന്നു. മനസ്സിലായ? അപ്പൊ അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഗായത്രി പഠിപ്പിച്ചത്. അതുപോലെ ഇപ്പോൾ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഇപ്പൊ എൻ്റെ ഒരു കമന്റിന് താഴെ ഗുരുദേവന്റെ കമന്റിൽ വന്നത് ഗുരുദേവന്റെ കൃതികൾ വായിച്ചിട്ട് ചർച്ച ചെയ്യണമെന്നാണ്. ഞാൻ പണ്ട് വായിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ മനസ്സിലുള്ള കാര്യമായിരുന്നു ഗുരുദേവന്റെ കൃതികളൊക്കെ ഒന്നുകൂടി വായിക്കണം. എൻ്റെ ഒരു സുഹൃത്ത്, സ്കൂളിൽ പഠിച്ച സുഹൃത്ത് മിസ്റ്റർ മന്മഥൻ എന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ അധ്യാപകനാണ്. അപ്പോൾ അദ്ദേഹം വേദാന്ത പഠിച്ചത് വർക്കല ശിവഗിരിയിലാണ്. അപ്പൊ ഈ കൃതികളൊക്കെ വായിക്കണമെന്നുണ്ടായിരുന്നു. അത് തീർച്ചയായിട്ടും പഠിച്ചിട്ട് ഞങ്ങൾ ചർച്ച ചെയ്യും. ഈ പറഞ്ഞ ഇതനുസരിച്ചിട്ട് ഏതെങ്കിലും സ്ഥാപനം ഉണ്ടോ? ഇല്ല. ഞാൻ പറയുന്നത് ഒരു ജാതി ഒരു മതം എന്ന് പറയുന്ന ശ്രീനാരായണ ഗുരു വരെ ഇപ്പൊ ഒരു ജാതിയുടെ, അത് വേറെ, അത് ആൾക്കാരുടെ ഇത് മനസ്സിലായോ. പക്ഷെ ഒരു ജാതി, ഇത് എന്താണ് നമ്മൾ പറഞ്ഞത്, ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തേനെ വാഴുന്ന മാതൃകാസ്ഥാനമാണിത്. ഏതെങ്കിലും സ്ഥലം അങ്ങനെയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? ഈ സ്റ്റുഡിയോയിൽ അങ്ങനെയല്ലേ? പൂർണ്ണമായി അങ്ങനെയാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? എന്നാ പോട്ടെ, ലുലു മാളിൽ പോയിട്ടുണ്ടോ? ഉണ്ട്. ഇങ്ങനെ ആണെന്ന് ഫീൽ ആയിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ ആയിരിക്കാം, കാരണം ആരും ആരുടെയും ഇങ്ങനെ ആയിരിക്കാം അങ്ങനെ പറയുന്നേ വേണം. ഇങ്ങനെയാണെന്ന് പറയും. ഇതിപ്പോ സമ്മതിക്കാൻ നമുക്ക് എന്താ ബുദ്ധിമുട്ട്? ശരി, അങ്ങനെയാണ്. ഒരു പബ്ലിക് സ്പേസ് ആയതുകൊണ്ട്, പബ്ലിക് സ്പേസ് ആയതുകൊണ്ടെന്നുള്ളതല്ല, അവിടെ അങ്ങനത്തെ അറ്റ്മോസ്ഫിയർ ആക്കി. അവിടെ പബ്ലിക് സ്പേസ് അല്ല, അതൊരു ഇതാണ്. അവർ പറയുന്ന സമയത്തേ കയറാൻ പറ്റുള്ളൂ, പറയുന്ന സമയത്ത് ഇറങ്ങണം. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ ആരാണെന്നുള്ള ചിന്തയില്ല. പക്ഷെ അവിടെയും ആളുകളെ ജഡ്ജ് ചെയ്യുന്നവരില്ലേ? അത് അപൂർവം ചിലരുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സെന്താണ് ആ സമയത്ത്? ഫ്രീ ആണ്. ഞാൻ ശ്രീനിവാസപ്പയ്യല്ല അവിടെ ചെല്ലുമ്പോൾ ആ കാഴ്ചകൾ കാണുമ്പോൾ ഓരോ മാസങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾ വ്യത്യസ്തമായ കാഴ്ചകളാണ് കാണുന്നത്. അല്ലേ? ശരിയല്ലേ? അതെ. നോക്കിക്കേ, വെജിറ്റേറിയൻ ഹോട്ടലുണ്ട്, നോണുണ്ട്, KFC ഉണ്ട്, അതുണ്ട്, ഇതുണ്ട്, എല്ലാം ഉണ്ട്. മാതൃകാസ്ഥാനമാണ്. ശരിയല്ലേ? നമുക്ക് നമ്മൾ ഏത് ജാതി ഏത് മതം ചിലര് ഇപ്പൊ ഞാൻ പൊട്ടു തൊടുന്ന ഇതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഷർട്ടിന്റെ ഇതില് പൂണൂല് കണ്ടാല് പൂണൂലുള്ള ആളാണെന്ന് മനസ്സിലാവും. പക്ഷെ പൂണൂല് ആരൊക്കെ ഇടും? ഒരുപാട് വിഭാഗത്തിൽപ്പെടുന്നവർ, വൈശ്യര് വരെയും പൂണൂലിടും. എല്ലാവർക്കും ഉപനയന ദീക്ഷ എല്ലാവർക്കും ഉണ്ട്. ഉപനയന ദീക്ഷ ചെയ്യാത്തവരാണ് ശൂദ്രരെന്ന് പറയുന്നത്. അവരും ചിലര് പോയിട്ട് ഇപ്പോ തന്ത്രവിദ്യാപീഠത്തിലൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ജനിച്ചു എന്ന് പറയപ്പെടുന്നത്. ഇതൊന്നും വേദപരമല്ല. മനസ്സിലായി? അത് ഇപ്പൊ ഈ ബ്രിട്ടീഷുകാർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത് കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞത്. ഇപ്പൊ ഹിന്ദു മതം എന്ന് പറയണതൊന്നുമില്ല. ഞാനിപ്പോ എഴുതുന്നു ഹിന്ദുമതം എഴുതാൻ നിർബന്ധിപ്പിക്കപ്പെടുകയാണ്. ഭാരതത്തിൽ 100 കോടിയിലധികം ജനങ്ങള് ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് എഴുതാൻ നിർബന്ധിക്കപ്പെടുകയാണ്. ഹിന്ദുമതം എന്താണ് മേഡം? ഹിന്ദുമതം എന്നുള്ളതിന് എന്താ തെളിവ്? ഒരു തെളിവില്ല. പക്ഷെ നമ്മളെ കൊണ്ട് എഴുതിപ്പിക്കുകയാണെങ്കിൽ അത് എഴുതണോ ഹിന്ദുമതം? എനിക്ക് മതം ഇല്ലാന്ന് എഴുതാൻ പറ്റുകയല്ല. ഇന്നിപ്പോഴും പിന്നെയും നോ റിലീജിയൻ എന്ന് കൊടുക്കുന്ന അപൂർവം ചിലവരുണ്ട്. പക്ഷെ അപ്പോഴും വരുമ്പോ ചില സമയത്ത് അത് വിനയാകാറുണ്ട്. ചില സമയത്ത് വിദേശത്ത് പോകാൻ ഇതൊക്കെ വരുമ്പോഴത്തെ അത് വിനയാകാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ഇതുണ്ട്. അപ്പോ യേശുദാസ് സാറാണ് ഇത് കൊടുത്തത്. ഇനി അടുത്ത കാര്യം, ഓരോരുത്തർക്കും ഓരോ നിയോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നമുക്ക് നിയോഗങ്ങളുണ്ട്. നമുക്ക് ഇപ്പോ അങ്ങക്ക് ഇതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോ നമുക്ക് നമ്മുടെ പൂർവ്വജന്മങ്ങൾ അല്ലെങ്കിൽ പുനർജന്മങ്ങൾ പ്രവചിക്കാൻ സാധിക്കും? അല്ല, പ്രവചിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന കാര്യങ്ങളാണ് പ്രവചിക്കുന്നത്. പൂർവ്വജന്മത്തെ കുറിച്ച് പറയാൻ നമുക്കറിയാൻ പറ്റും, അറിയാൻ സാധിക്കും. പൂർവ്വജന്മത്തെ കുറിച്ച് നമ്മൾ മെഡിറ്റേഷനിൽ പോയാൽ നമുക്കറിയാൻ സാധിക്കും. ഇപ്പോ നമ്മൾ ആ സ്ഥലത്ത് തീർച്ചയായിട്ടും നമ്മൾ പോയിരിക്കും. നമ്മുടെ ഈ ജന്മത്തില് നമ്മൾ കഴിഞ്ഞ ജന്മം എവിടെയായിരുന്നോ ആ സ്ഥലം നമ്മൾ പോയിരിക്കും. ഉറപ്പാണ്. എൻ്റെ വീട്ടിലുള്ളവരൊക്കെ തമിഴ്നാട്ടിലായിരുന്നു കുറച്ചധികം കാലം, 20-25 വർഷത്തോളം കാലം. ആ സമയത്ത് ഈ നാഡി ജ്യോത്സ്യം തമിഴ്നാട്ടിൽ അത് കുറച്ചും കൂടിയും എനിക്ക് തോന്നുന്നു ആളുകളിലേക്ക് എത്തിപ്പെടുന്ന കുറെ കാലങ്ങൾക്ക് മുൻപാണ്. എന്നുവെച്ചാൽ ഞാനൊക്കെ ജനിക്കുന്നതിനും ഒരു 10-15 വർഷങ്ങൾക്ക് മുൻപാണ്. അച്ഛനൊക്കെ ചെറിയ കുട്ടിയായിരുന്ന സമയത്താണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഒരു നാഡി ജ്യോത്സ്യം നോക്കുന്ന ഒരാള് അങ്ങനെ വന്ന് നാഡി ജ്യോത്സ്യം നോക്കിയപ്പോൾ എൻ്റെ അച്ഛൻ പണ്ട് മുൻജന്മത്തിൽ ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. അച്ഛന് വേണ്ടി അവിടെ ഒരു ആശ്രമം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവര് അവിടെ പോയി എന്ന് അച്ഛമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതുപോലെ അച്ഛമ്മ ഈ പശുക്കളെയൊക്കെ നോക്കുന്ന ഒരു സ്ത്രീ ആയിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്.
അച്ഛനും അതുപോലെ തന്നെ പണ്ട് അച്ഛൻ ഒച്ചായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എന്തോ ഒരു മൃഗമായിരുന്നു പണ്ട്, അതൊക്കെ ആകാം. അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അച്ഛൻ ഇപ്പോഴും എല്ലാവരും വരുമ്പോഴും പറയും ഞാൻ പണ്ട് ഇങ്ങനെയായിരുന്നു എന്നിങ്ങനെ. അങ്ങനെ ഈ നാഡീ ജ്യോത്സ്യത്തിൽ പറയുന്നത് ശരിയാണ്. കാരണം അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ അരുൺ എഴുത്തച്ഛന്റെ ഒരു പുസ്തകം വായിച്ചു. ഈ പുസ്തകത്തിൽ അദ്ദേഹം ഈ നാഡീ ജ്യോത്സ്യത്തിന് പ്രമുഖമായ ഒരു ക്ഷേത്രമുണ്ടല്ലോ, അവിടെ പോയപ്പോൾ ഉള്ള അനുഭവങ്ങളാണ്. എന്നുവെച്ചാൽ ഇപ്പോഴത് ബിസിനസ്സാണ്, ഇപ്പോൾ അത് നമുക്ക് അങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അവിടെ പോകുമ്പോൾ ആളുകൾ ചുമ്മാ ഗസ് ചെയ്തുകൊണ്ട് ഓരോ കാര്യങ്ങൾ പറയുന്നതിനെ കുറിച്ച് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളമാണ് ഈ നാഡീ ജ്യോത്സ്യത്തെ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത്? നാഡീ ജ്യോതിഷത്തെ വിശ്വസിക്കുകയോ വിശ്വസിക്കാണ്ടിരിക്കുകയോ ചെയ്യാം. പക്ഷെ എനിക്ക് ഇതിൽ പ്രത്യക്ഷമായ ചില അനുഭവങ്ങളുണ്ട്. അതിൽ TM ശേഷൻ ആരായിരുന്നു, നമ്മുടെ ഇലക്ഷൻ കമ്മീഷനായിരുന്നു. അദ്ദേഹം ചന്ദ്രൂര് പ്രശസ്തനായ ശ്രീ ശ്രീധരൻ ജ്യോത്സ്യനെ വന്ന് കണ്ടതായിട്ട് പറയുന്നുണ്ട്. ചന്ദ്രൂര് അവിടെ ഒരു കൃഷ്ണൻ അമ്പലമുണ്ട്, അവിടെ മഞ്ജുളാല് ഒരു ഗരുഡനെ ഉണ്ടാക്കി കൊടുത്തു എന്നൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം അത് കഴിഞ്ഞാണ് ഇലക്ഷൻ കമ്മീഷണർ ആകുന്നതെന്ന് തോന്നുന്നു. അദ്ദേഹത്തിൻ്റെ നാഡീ ജ്യോതിഷം നോക്കിയിട്ട് അദ്ദേഹം മൃഗനാഡി മറ്റോ ആണെന്ന് തോന്നുന്നു ഈ ശ്രീധരൻ ജ്യോത്സ്യർ നോക്കിക്കൊണ്ടിരുന്നു ചന്ദ്രൂര്. ഇപ്പം അദ്ദേഹം ഇല്ല. അപ്പോൾ അദ്ദേഹം നോക്കി പറഞ്ഞ ഇത് നാഡീ ജ്യോതിഷം ആദ്യമായിട്ട് ഞാൻ കേൾക്കുന്ന അതാണ്. അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നു കണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ്. ഈ നാഡീ ജ്യോതിഷത്തിൻ്റെ കാര്യം പറയുമ്പോഴേ എനിക്ക് ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഈ കോവിഡിൻ്റെ സമയത്ത് കുട്ടികളുടെ സ്വാധ്യായം എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായി. ആ സമയത്ത് ചേർത്തലയിലെ ഒരമ്മ, ആ ഗ്രൂപ്പിലുള്ള കുട്ടിയുടെ ഒരു അമ്മ വിളിച്ച്, ഒരു ചേച്ചി അനിയത്തിയുണ്ട്. അപ്പോൾ ഈ അനിയത്തിയുടെ അവരുടെ ഒരു കാര്യം പറഞ്ഞാണ് വിളിച്ചത്. അപ്പോൾ ഈ ചേച്ചിനെ ഒന്ന് കാണണമെന്ന് വിചാരിച്ചിട്ട് ഒരു 1.5 മാസം മുമ്പ് എനിക്ക് ചേച്ചീനെ ആ കുട്ടിയെ കാണാൻ പറ്റി.